അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമായി നടക്കുകയാണ്. 11ാം ദിവസവും അർജുനെ തേടിയുള്ള യാത്രയിൽ തന്നെയാണ് ദൗത്യസംഘം. അർജുൻ ലക്ഷ്മണന്റെ ചായക്കടയിൽ ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘം കൂടുതലായി അന്വേഷിക്കുന്നത്. ആ ചായക്കടയിൽ ചായ കുടിക്കാനായി അർജുൻ എത്തിയിരുന്നു. അങ്ങനെയാണ് എങ്കിൽ ആ ചായക്കട ഉൾപ്പെടെ ഒലിച്ചു പോയ സ്ഥലത്ത് പരിശോധന നടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അർജുന് വേണ്ടിയുള്ള നിലവിളി നമ്മൾ ഓരോ മലയാളികളും ഇങ്ങനെ വലിയ ശബ്ദത്തോടെ ഉയർത്തുമ്പോഴാണ് അന്വേഷണ സംഘത്തിന് ഊർജം കൂടുന്നത്. അവരും അത് അത്രയും പ്രാധാന്യത്തോടെ അന്വേഷിക്കാൻ ഇത്രത്തോളം സമയം കണ്ടെത്തുന്നതും എന്നുള്ളതാണ്. പക്ഷേ അതിനിടയ്ക്കൊക്കെ നമ്മൾ മറന്നുപോയ കുറച്ചു പേരുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഈ അർജുന് വേണ്ടി നമ്മുടെ കൂടപ്പിറപ്പായി ഇപ്പോൾ നമ്മളൊക്കെ കാണുന്ന അർജുന് വേണ്ടി നമ്മൾ ഓരോ സമയവും കണ്ടെത്തുന്നതിനിടയ്ക്ക് സത്യത്തിൽ നമ്മളെയൊക്കെ ഏറെ സങ്കടപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്ന രണ്ട് മുഖങ്ങളുണ്ട്. ആ അർജുൻ ചായ കുടിക്കാൻ പോയ അല്ലെങ്കിൽ ആ വഴി കടന്നു പോകുന്ന വാഹനങ്ങളൊക്കെ ചായ കുടിക്കുന്ന ദാബയിലെ രണ്ട് കുഞ്ഞുങ്ങൾ, അവരും ഈ മണ്ണിടിച്ചിലിൽ ഈ പുഴയ്ക്കടിയിലേക്ക് പോയി എന്നുള്ളതാണ്. ഈ സംഭവം നടക്കുന്നതിന് ആ ദിവസം സ്കൂൾ അവധിയായിരുന്നു. അതിശക്തമായ മഴയും മണ്ണിടിച്ചിലും ഒക്കെ കാരണം സ്കൂൾ അവധിയായിരുന്നത് കൊണ്ട് ഈ കുഞ്ഞുങ്ങൾ ലക്ഷ്മണന്റെ ദാബയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ കുഞ്ഞുങ്ങളുടെ വീഡിയോ ഒക്കെ പുറത്തു വന്നു. അതൊക്കെ കാണുമ്പോൾ സത്യത്തിൽ നമുക്ക് വളരെ നെഞ്ചു പൊട്ടുന്ന വേദനയാണ് തോന്നുന്നത്. ആ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് എന്ത് സംഭവിച്ചു, അവരെങ്ങോട്ടാണ് പോയത്? ഈ തമിഴ്നാട് സ്വദേശി ശരവണനെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശരവണന്റെ ബന്ധുക്കൾ, അമ്മയുൾപ്പെടെയുള്ളവർ ശിരൂരിൽ എത്തിയിരുന്നു. ശരവണന്റെ ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ കഴിഞ്ഞ ദിവസം ലഭിച്ചിരുന്നു. അത് ശരവണന്റേതാണെന്ന് ബന്ധുക്കൾ തിരിച്ചറിയുകയും ചെയ്തു. മാത്രമല്ല ലക്ഷ്മണന്റെ ഭാര്യ ശാന്തിയുടെ മൃതദേഹവും തിരിച്ചറിഞ്ഞു. പക്ഷേ ലക്ഷ്മണനെയും ഈ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെയും, ആ കുഞ്ഞുങ്ങൾ ആ ദാബയിലേക്ക് നടന്നു വരുന്നതിന്റെ ദൃശ്യങ്ങൾ, അവർ എന്ത് സന്തോഷത്തോടെയാണ് നടന്നു വരുന്നത്, അതൊക്കെ കാണുമ്പോൾ സത്യത്തിൽ നെഞ്ച് പൊട്ടുകയാണ്, നെഞ്ച് തകർന്നു പോവുകയാണ്. അത്രത്തോളം സങ്കടം വേദനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ആ വീഡിയോസ്, അല്ലെങ്കിൽ ആ കാര്യങ്ങൾ നമ്മളെയൊക്കെ വളരെയധികം വേദനിപ്പിക്കുന്നുണ്ട്. അർജുനോടൊപ്പം തന്നെ ആ കുഞ്ഞുങ്ങൾക്കും എന്ത് സംഭവിച്ചു എന്നറിയുവാനുള്ള ഒരു വലിയൊരു ആകാംക്ഷ നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ്. ലക്ഷ്മണൻ എന്ത് സംഭവിച്ചു, ലക്ഷ്മണന്റെ കുട്ടികൾക്ക് എന്ത് സംഭവിച്ചു എന്നൊക്കെ ഉള്ളത്. കാരണം 35 വർഷമായി ലക്ഷ്മണൻ ഈ കട നടത്തുന്നു. ആ ഭാഗത്തുനിന്ന് വണ്ടി ഒതുക്കി നിർത്തി ചായയും ഒക്കെ കുടിക്കാനുള്ള ഒരു സൗകര്യം അവിടെ ഒരുക്കിയത് ലക്ഷ്മണനാണ്. മാത്രമല്ല ആ കട അവിടെ മണ്ണിടിച്ചിലിന്റെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ, അപകട മേഖല ആയതുകൊണ്ട് തന്നെ അത് ആ കട മാറ്റണമെന്ന് അവിടുത്തെ അധികാരികൾ പല തവണ പറഞ്ഞതാണ്. എന്നിട്ടും അത് മാറ്റാതെ ചായക്കട അവിടെ നിലനിർത്തി എന്നാണ് ഇപ്പോൾ അധികാരികൾ പറയുന്നത്. 35 വർഷത്തോളമായി നിലനിൽക്കുന്ന ചായക്കടയാണ്. ലക്ഷ്മണന്റെയും ഭാര്യ ശാന്തിയുടെയും മക്കളുടെയൊക്കെ വരുമാനം, ഉപജീവന മാർഗം ആ ചായക്കടയാണ്. ആരും പ്രതീക്ഷിക്കുന്നില്ല ഇത്തരത്തിൽ പ്രകൃതി കോപിക്കുമെന്നോ, പ്രകൃതി ഇത്തരത്തിൽ ഒരു താണ്ഡവമാടുമെന്നോ ഒരുപക്ഷെ ആരും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് ആ കുഞ്ഞുങ്ങളെ സേഫ് ആക്കാതെ പോലും ഒരുപക്ഷെ അവധി ദിവസമായതുകൊണ്ട് അച്ഛനോടും അമ്മയോടും ഒപ്പം ആ ചായക്കടയിലേക്ക് അവരും ഓടിയെത്തിയത്. എന്തായാലും ഈ നെഞ്ചു പൊട്ടുന്ന വേദന അർജുന്റെ കുടുംബത്തോടൊപ്പം തന്നെയാണ്. അർജുൻ എന്ത് സംഭവിച്ചു എന്ന് അറിയുന്നതിനോടൊപ്പം ആ പിഞ്ചു മക്കൾക്കും എന്ത് സംഭവിച്ചു എന്നറിയാൻ നമുക്ക് ഓരോരുത്തർക്കും വലിയ സങ്കടമുണ്ട്, വലിയ വേദനയുണ്ട്. അത് അറിയുക തന്നെ വേണം. അതിനായി കാത്തിരിക്കുകയാണ്. ആ കുഞ്ഞുങ്ങൾക്കും ഒരു കുടുംബം മുഴുവനാണ് ഒലിച്ചു പോയത്. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞു മക്കൾക്കും എന്ത് സംഭവിച്ചു, ലക്ഷ്മണൻ എന്ത് സംഭവിച്ചു അറിയാനൊക്കെ നമ്മളിങ്ങനെ ഓരോ സെക്കൻഡും നെഞ്ചു പൊട്ടിയിരിക്കുകയാണ്. ഓരോ ദിവസവും നമ്മൾ അർജുൻ ഇന്ന് വരും, അല്ലെങ്കിൽ അർജുനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇന്ന് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ്. അതിനോടൊപ്പം ഈ കുഞ്ഞുങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നും അറിയാം.